നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. അപകടം സംഭവിച്ചത് തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന് ഒരുക്കുന്ന വെടിക്കെട്ട് പുരയിൽ. അപകടത്തിൽ 6 പേർ മരിച്ചു, 40ഓളം തൊഴിലാളികൾക്ക് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. കേരളത്തിൽ ദേശീയ പുരുഷന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ അണിയറയിൽ ശക്തമായ നീക്കം നടക്കുന്നതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തുഞ്ചത്തെ എഴുത്തച്ഛൻ എന്ന ഒരു വ്യക്തി ഇല്ല എന്ന തരത്തിലുള്ള ലേഖനം വന്നതും വിഷുവിനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ഇതിന് ഉദാഹരണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളിക്കളയണമെന്നും വേണുഗോപാൽ. നവോത്ഥാന പുരുഷന്മാരെ അപമാനിക്കാനുള്ളതും ചരിത്രത്തിൽ നിന്ന് തുടച്ചു നിൽക്കാനുള്ള ശ്രമത്തെയും ഭാരതീയ ജനതാ പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. SSLC ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളും. വിവിധ വിഷയങ്ങളായി മൂല്യനിർണ്ണയം നടത്തുന്നത് 1,43,025 ഉത്തരപേപ്പറുകൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ഷൊർണൂർ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ പുരോഗമിക്കുന്നു. പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിലെ 236 സൊസൈറ്റികളിലേക്ക്. ഷൊർണൂരിലെ പാഠപുസ്തക വിതരണം ചുമതല കുടുംബശ്രീക്ക്. വിതരണത്തിനായി 18 കുടുംബശ്രീ അംഗങ്ങൾ. ഇത്തരം ജോലികൾ ഏറെ അഭിമാനമെന്ന് കുടുംബശ്രീ പ്രവർത്തകർ. തൃശൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ മണിക്കൂറുകളോളം പ്രവർത്തനരഹിതമായതിൽ ദുരൂഹതയെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദ്. സ്ട്രോങ് റൂമിലെ ക്യാമറ പ്രവർത്തിക്കാത്തത് അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതായും NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. അട്ടിമറി വിജയം നേരിടേണ്ടിയിരുന്ന ഗുരുവായൂരിൽ കഴിഞ്ഞ ദിവസം നടന്നത് അട്ടിമറിയാണോ എന്നും B. ഗോപാലകൃഷ്ണൻ. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. കർഷകർക്ക് കണ്ണീർ മാത്രം ബാക്കിയാക്കി കാട്ടാനകളുടെ വിളയാട്ടം. പൂശ്ശേരി പഞ്ചായത്തിലെ ചെല്ലങ്കാവ് പാടശേഖരത്തിലിറക്കിയ കാട്ടാനക്കൂട്ടം വരുത്തിവച്ചത് വൻ കൃഷിനാശം. ആതിരപ്പള്ളി പാറയിൽ വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം. ഒരു വീടിന്റെ ഗ്ലാസ് ഡോർ തകർത്തു. ആന വീട്ടിലേക്ക് കയറാനും ശ്രമം. സംഘടനയെ തകർക്കാൻ ഒരു കൂട്ടർ നടത്തുന്ന ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും സ്വാർത്ഥമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും KSSU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ. ഇലക്ഷൻ സമയത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരക്കം പായുമ്പോൾ നമ്മുടെ 3.25 ലക്ഷത്തിൻ്റെ പരിഗണന വിട്ട് വലിയൊരു ടീമിനെ കയ്യിലെടുക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചതെന്നും ജോസ് മാസ്റ്റർ. KSSU 34ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം കോങ്ങാട്ട്. തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ സംഭവം. കടിച്ചത് മുട്ട വിരിഞ്ഞെത്തിയ ശംഖുവരയൻ കുഞ്ഞ്. പ്രദേശത്ത് കൂടുതൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പ് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും മണ്ണിളക്കി പരിശോധന നടത്തി. വെട്ടിക്കാട്ടിരി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റേൺഷിപ്പിനെത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മലപ്പുറം തിരൂർ പാറമണ്ണ പാലക്കൽ വളപ്പിൽ ഷംസുദ്ദീൻ്റെ 20 വയസ്സുള്ള മകൾ ഷെഫീഖ. വടക്കാഞ്ചേരി എങ്കക്കാട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വാഴാനി കാക്കിനിക്കാട് നെല്ലിച്ചോട്ടിൽ വളപ്പിൽ 31 വയസ്സുള്ള അഖിൽ. തൃശൂർ വെള്ളർക്കാട് ആദൂരിൽ പോത്തിൻ്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു. ആന്തൂർ നാലകത്ത് കുഞ്ഞുട്ടി എന്ന 78-കാരനാണ് മരിച്ചത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചു. തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിനായി ഒരുക്കുന്ന വെടിക്കെട്ട് പുരയ്ക്കാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു അപകടം സംഭവിച്ചത്. 40ഓളം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ചത്. ഒഴിഞ്ഞ പറമ്പിൽ മുണ്ടത്തിക്കോട് സ്വദേശിയായ സതീശന്റെ ഷെഡിലാണ് തീപിടുത്തമുണ്ടായത്. വെടിക്കെട്ട് പുരയിൽ വൻ സ്ഫോടനമുണ്ടായതായാണ് പറയപ്പെടുന്നത്. 40ഓളം തൊഴിലാളികൾ സംഭവ സമയം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. അപകടത്തിൽ 6 പേർ മരിച്ചതായാണ് പ്രാഥമിക വിവരം. മരണസംഖ്യ കൂടാനും സാധ്യതയുണ്ട്. പലരുടെയും ശരീരങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലാണ് കിടന്നിരുന്നത്. 30-ലധികം തൊഴിലാളികൾക്ക് ചെറുതും വലുതുമായ പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്ന വെടിക്കെട്ട് പുരയ്ക്കാണ് തീപിടിച്ചത്.
വെള്ളിയാഴ്ച തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സാമ്പിൾ വെടിക്കെട്ടിനായി വെടിക്കോപ്പുകൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെ തൊഴിലാളികൾ. ഇതിനിടെയായിരുന്നു വൻ സ്ഫോടനം നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ ദേശീയ പുരുഷന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും ഹിന്ദു നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ അണിയറയിൽ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു ലേഖനം വന്നതും വിഷുവിനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കാൻ തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതും ഇതിന് ഉദാഹരണമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. ഇത്തരം പ്രവണതകൾ മുളയിലെ നുള്ളിക്കളയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു വ്യക്തിയെ അല്ല എന്ന് കാണിച്ച് ഒരു ലേഖനം വരികയും ഇത് യാദൃച്ഛികമായ സംഗതിയല്ലെന്നും നവോത്ഥാനത്തിന്റെ കേരളത്തിലെ ആദ്യ മഹാന്മാരിൽ എഴുത്തച്ഛൻ തന്നെയാണെന്നും മലയാള ഭാഷയെ പരിപോഷിച്ചതിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്ന ലേഖനം ഇത്തരം മഹാന്മാരെ താഴ്ത്തിക്കെട്ടുന്നതുകൊണ്ട് ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, വിഷുവിനെ ഒരു ഹോട്ടലിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ കൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിൽ രണ്ട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകളാണ് പ്രചരിപ്പിച്ചത് എന്നുള്ളത് വളരെ ഗൗരവപരമായി ചിന്തിക്കേണ്ട വിഷയമാണെന്നും മുൻപ് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു നവോത്ഥാന നായകന്മാരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇടതുപക്ഷം മാത്രമല്ല മറ്റു മതത്തിൽപ്പെട്ടവരും ഇതിനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നും കേരള ജനത ഇത് ആശങ്കയോടെയാണ് കാണുന്നതെന്നും ഇത് മുളയിലേ നുള്ളേണ്ടതാണെന്നും ബോധവൽക്കരണം മാത്രം പോരാ, നിയമ നടപടിയും ആവശ്യമാണ്. നവോത്ഥാനദായകരുടെ ജീവചരിത്രം പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം. നവോത്ഥാന പുരുഷന്മാരെ അപമാനിക്കാനുള്ളതും ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കാനുമുള്ള ശ്രമത്തെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കാകില്ലെന്നും P. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ബംഗാളിൽ അവിടുത്തെ സാംസ്കാരിക നായകന്മാരെയും ആധ്യാത്മിക പുരുഷന്മാരെയും ഇത്തരത്തിൽ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് കമ്മ്യൂണിസത്തിന് ആധിപത്യം ഉണ്ടാവുകയും ഇന്ന് കമ്മ്യൂണിസം ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള വെസ്റ്റ് ബംഗാളിൻ്റെ അവസ്ഥ ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. കേരളത്തിലും ഈ ഒരു പ്രവർത്തനം വളരെ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസമായിരുന്നു ഇത്തരം നവോത്ഥാന നായകന്മാരെ അവരെ താഴ്ത്തിക്കെട്ടുകയും അല്ലെങ്കിൽ അവർ മിത്താണെന്ന് പറയുകയും അവരില്ല അത് കെട്ടുകഥയാണെന്ന് പറയുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ മേലെ ഞങ്ങളാണ് നവോത്ഥാന നായകന്മാരെന്ന് വരുത്തിയിരുന്നു. ഇപ്പോൾ ബോധപൂർവം ഒരുപക്ഷെ ഇടതുപക്ഷം മാത്രമല്ല, അതല്ലാതെ വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇതിനുള്ള ശ്രമം നടക്കുന്നത് കേരളത്തിലെ ജനത ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. ഇത് മുളയിലേ നുള്ളേണ്ടതാണ്. ഇതിന് ബോധവൽക്കരണം മാത്രം പോരാ, നിയമ നടപടി കൂടി ആവശ്യമാണ് തോന്നുന്നു. ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണനെ അപമാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതിൽ കേസെടുക്കാൻ വളരെ അമാന്തിച്ച പോലീസ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SSLC പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം ആരംഭിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് കീഴിൽ വാരണാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മൂല്യനിർണ്ണയം നടക്കുന്നത്. വിവിധ വിഷയങ്ങളിലായി 1,43,025 ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് ഈ രണ്ടിടങ്ങളിലായി നടന്നു വരുന്നത്. സംസ്ഥാനത്തെ SSLC പരീക്ഷയുടെ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് വിവിധ സെൻറ്ററുകളിലായി ആരംഭിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് കീഴിൽ വാരണാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ വാരണാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, മലയാളം സെക്കൻഡ് പേപ്പർ, ഹിന്ദി, മാത്സ്, ബയോളജി എന്നീ 5 വിഷയങ്ങളുടെ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടന്നുവരുന്നത്. ഇവിടെ മാത്രം 85,894 പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തും. 3 സ്പെല്ലുകളിലായി മൂല്യനിർണ്ണയം നടത്തുന്നതിനായി 21 ചീഫ്മാരും 210 അധ്യാപകരുമാണ് പ്രവർത്തിക്കുന്നത്. ഈ സെന്ററിലെ മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് HM-ആയ ഗീതയാണ്. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 4:30 മണി വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക. മറ്റൊരു നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മലയാളം ഫസ്റ്റ് പേപ്പർ, സോഷ്യൽ സയൻസ് എന്നീ 4 വിഷയങ്ങളിലാണ് മൂല്യനിർണ്ണയം. ഇവിടെ മാത്രം 57,131 പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുക. ഇത്തരത്തിൽ 2 സെന്ററുകളിലായി 1,43,025 പേപ്പറുകൾ ആകെ മൂല്യനിർണ്ണയം നടത്തും. നടുവട്ടത്തെ മൂല്യനിർണ്ണയ ക്യാമ്പിന് ക്യാമ്പ് ഓഫീസറായ രാധ ടീച്ചറാണ് നേതൃത്വം നൽകുന്നത്. ഓരോ ദിവസവും മൂല്യനിർണ്ണയം നടത്തിയ പേപ്പറുകളുടെ വിവരങ്ങൾ തൊട്ടടുത്ത ദിവസം പരീക്ഷാ ഭവനിലേക്ക് അപ്ലോഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യും. ഏപ്രിൽ തുടങ്ങിയ മൂല്യനിർണ്ണയം മെയ് 2-ന് സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് DCC പ്രസിഡന്റും നെന്മാറ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ A. തങ്കപ്പൻ പറഞ്ഞു. സ്റ്റോർ റൂമുകൾ
സാഹചര്യം ഉണ്ടായാൽ എല്ലാ മുന്നണികളെയും നേരത്തെ അറിയിക്കണമെന്നും എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു. നെന്മാറ നിയോജകമണ്ഡലം സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം പിൻവലിച്ചതിന് ശേഷം വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം പരിശോധിച്ചതിന് ശേഷം ദൃശ്യമാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. മറന്നുവെച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി എടുക്കാൻ സ്ട്രോങ് റൂമിനോട് ചേർന്ന മെറ്റീരിയൽസ് റൂം തുറക്കുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചത്. പിന്നീട് ഫോം 77 പരിശോധിക്കാനാണ് തുറക്കാൻ തീരുമാനിച്ചതെന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആവശ്യമില്ലാതിരുന്ന ഡയറിക്ക് വോട്ടെണ്ണൽ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആവശ്യമായി വന്നതാണ് സംശയമുയർത്തിയതെന്നും റൂം തുറക്കുന്ന കാര്യം LDF NDA സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം അറിയിച്ചപ്പോൾ തന്നെ അറിയിച്ചത് രാവിലെയാണെന്നും ഇതാണ് പരാതി നൽകാൻ ഇടയാക്കിയതെന്നും എ തങ്കപ്പൻ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് മാത്രം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി എല്ലാം മറന്നു വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു സ്ട്രോങ് റൂം തുറക്കണമെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെ അറിവോടുകൂടി തുറക്കാൻ പറ്റുള്ളൂ. നോട്ടീസറുടെ എന്നിട്ട് ഒരു കാരണം ഒന്ന് പറയട്ടെ. ആ ഉറപ്പായിട്ടും കാര്യമായിട്ട് കാരണമുണ്ടെങ്കിൽ തുറക്കാവുന്നത് തന്നെയാണ്. ഇതുകൊണ്ടെന്ന് പറയാം ആണല്ലോ. കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാരെ രണ്ട് ഭരിക്കുന്ന പാർട്ടികൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ അവർ നിൽക്കുന്ന കാവൽക്കാർ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ പരാതി ഉണ്ടാവില്ല. ഞങ്ങൾക്കാണ് മുൻകണ്ട. കാരണം ഇതിനെ അട്ടിമറിക്കാൻ UDF അട്ടിമറിക്കാനാണ് ഈ രണ്ടുപേരും കൂടി ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കാവൽ നിൽക്കുന്നത്. ഞങ്ങളെ കേരളത്തിൽ വോട്ടിംഗ് ബൂത്തിന് മുന്നിൽ കാവൽ നിർത്തുന്ന UDF സ്ഥാനാർത്ഥികളുടെ പ്രതികൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. മറ്റു രണ്ടുപേരും നിൽക്കുന്നില്ല. ഞായറാഴ്ച സ്ട്രോങ് റൂമിലെ CCTVകൾ 2 മണിക്കൂർ പ്രവർത്തനരഹിതമായ സംഭവം അന്വേഷിക്കണമെന്ന് ചിറ്റൂർ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതനും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ 1 മണിക്കൂറോളം പ്രവർത്തനരഹിതമായി. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF സ്ഥാനാർത്ഥി CH റഷീദ് പരാതി നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച EV ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൻ്റെ CCTV സർവൈലൻസ് ഇന്നലെ അതിൻ്റെ കണക്ഷൻ നഷ്ടപ്പെട്ടു. ഇന്നലെ 1 മണിക്കൂറിലേറെ സമയം ഈ കണക്ഷൻ നഷ്ടപ്പെട്ട് ഇത് കാണാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലായിടങ്ങളിലും നടക്കുന്ന പല രീതിയിലുള്ള മിസ്അപ്രോപ്രിയേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായതുകൊണ്ട് ഇതിലും ഗൗരവമായ പരാതി ഞങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രോങ് റൂമിലെ മെഷീനുകൾ സൂക്ഷിച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവസാനം വരെ ഇനി തുറക്കുന്നത് വരെയുള്ള സമയത്ത് മുഴുവൻ ബാക്കപ്പും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനോട്. കാരണം ഇതിൽ പല രീതിയിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന രീതിയിലാണ്. എല്ലായിടത്തും പല കാരണങ്ങൾ പറഞ്ഞ് സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്ട്രോങ് റൂമിനോടനുബന്ധമായിട്ടുള്ള റൂമുകളിൽ വെച്ച മറ്റു സാമഗ്രികൾ മറന്നു വെച്ചു എന്ന് പറഞ്ഞ് തുറക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ക്രമക്കേടുകൾ സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഗുരുവായൂർ സ്ട്രോങ് റൂമിന്റെ CCTV പ്രവർത്തിക്കാതിരുന്നത് അട്ടിമറിയാണോ എന്ന് സംശയമെന്ന് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അല്ല, ഈ CCTVയുടെ പ്രവർത്തനം ഒരു സ്ട്രോങ് റൂമിൽ ഒരു കാരണവശാലും തടയാൻ പാടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. അത് 100% ഉറപ്പാക്കേണ്ട ചുമതലപ്പെട്ട ആളുകൾ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ആ വീഴ്ചയുടെ ഭാഗമാണ് സ്ട്രോങ് റൂമിൽ CCTVയുടെ പ്രവർത്തനം നിലച്ചു എന്നത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാനിതുമായി ബന്ധപ്പെട്ടവരെ വിളിച്ചിരുന്നു. അവർ പറയുന്നത് അപ്പം തന്നെ ഞങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നാണ്. അതിനർത്ഥം അത് നിലച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ സ്ട്രോങ് റൂം എന്ന് പറയുന്നത് എന്തിനാ? ആ റൂം അത്രയും സ്ട്രോങ് ആയിട്ട് ഒരു കാരണവശാലും, കാരണം അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ആ സ്റ്റോർ റൂമിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ദോബസ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ആ ബന്ദോബസ് 24 hours നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായാൽ CCTV വെച്ച് അത് പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് CCTV വെക്കുന്നത്. പലപ്പോഴും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ആദ്യം ഇല്ലാതാക്കുന്നത് CCTV ആണ്. CCTV ഇല്ലാതാക്കിക്കൊണ്ടാണ്
കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമാണോ ഇവിടെയും സംഭവിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിടിപ്പുകേടായിട്ട് ഇത് കാണണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പിടിപ്പുകേടാവാനുള്ള സാധ്യതയില്ല. കാരണം ഉദ്യോഗസ്ഥന്മാർ വളരെ വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പക്ഷെ ഉദ്യോഗസ്ഥരുടെ മുകളിലാണ് സ്വാധീനം. അപ്പം ആരുടെ സ്വാധീനമാണ്? ഭരണകൂടത്തിൻ്റെ സ്വാധീനമാണോ മറ്റാരുടെയെങ്കിലും സ്വാധീനമാണോ എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ അത് വലിയ വലിയ ഒരു തെറ്റാണ്, വീഴ്ചയാണ്, ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്. തൃശ്ശൂർ വെള്ളർക്കാട് ആദൂരിൽ പോത്തിൻ്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ ആദൂർ നാലകത്ത് 78-കാരനായ കുഞ്ഞുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് പാടത്ത് വെച്ച് പോത്തിൻ്റെ കുത്തേറ്റിരുന്നത്. ഇയാൾക്ക് നെഞ്ചിലും കാലിലും മാരകമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. വെട്ടിക്കാട്ടിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻറ്റേൺഷിപ്പ് ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. മലപ്പുറം തിരൂർ പറവണ്ണ പാലക്കൽ വളപ്പിൽ ശംസുദ്ദീൻ്റെ മകൾ 20 വയസ്സുള്ള ഷെഫികയാണ് മരിച്ചത്. ഉടനെ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിങ്കളാഴ്ച രാവിലെ ഷെഫിക്കയും അധ്യാപകരും മറ്റും വിദ്യാർത്ഥികളും ചേർന്നാണ് ക്ലാസ്സിൽ പങ്കെടുക്കാനായി എത്തിയത്. ഉച്ചയ്ക്ക് 12:15 ക്ലാസ് കഴിഞ്ഞു തിരിച്ചു സീറ്റിൽ വന്നിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മരണകാരണം വ്യക്തമാവൂ. ഈ പ്രദേശങ്ങളിൽ കനത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടെന്നും ചൂട് കാരണമാവാം കുഴഞ്ഞു വീണതെന്നും പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി എങ്കക്കാടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. വാഴാനി കാക്കിനിക്കാട് നെല്ലിച്ചോട്ടിൽ വീട്ടിൽ 31 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. വാഴാനി ഭാഗത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന അഖിലിനെ എതിർദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഖിലിനെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയതിന് കാർ ഡ്രൈവർക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കർഷകർക്ക് കണ്ണീർ മാത്രം ബാക്കിയാക്കി കാട്ടാനകളുടെ വിളയാട്ടം. പുതുശ്ശേരി പഞ്ചായത്തിലെ ചെല്ലങ്കാവ് പാടശേഖരത്തിൽ ഇറക്കിയ കാട്ടാനക്കൂട്ടം വരുത്തിവെച്ചത് വൻ കൃഷിനാശമാണ്. ചെല്ലങ്കാവ് പാടശേഖര സമിതി പ്രസിഡന്റ് എം വേലായുധ സ്വാമി, സെക്രട്ടറി കെ മണി, വൈസ് പ്രസിഡന്റ് സി ബാബു, സി ശിവൻ, സി കുട്ടൻ, സി ബാലകൃഷ്ണൻ, സി സഹദേവൻ എന്നിവരുടെ ഏക്കർ കണക്കിന് വാഴയും തെങ്ങുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. വിളവെടുക്കാറായ വാഴകൾ ഒടിച്ചും ചവിട്ടിയും നശിപ്പിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. കുട്ടിയാനകളടക്കം 8ഓളം കാട്ടാനകളാണ് പ്രദേശത്തെ വിളനാശം വരുത്തിയത്. ഇതിൽ സി ബാബുവിന്റെ മാത്രം 1500 വാഴകളും തെങ്ങും മാവും നശിപ്പിച്ചു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ബാബു പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് ചെയ്യുന്ന കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുമ്പോൾ കർഷകർക്ക് കണ്ണീരും കടക്കണിയും മാത്രമാണ് ലഭിക്കുന്നത്. ചെല്ലങ്കാവ് പാടശേഖരത്തിലെ 90 ഹെക്ടർ സ്ഥലമാണ് ഉള്ളത്. അതിൽ 40 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. ബാക്കി വന്യമൃഗശല്യം കാരണം തരിച്ചിട്ടിരിക്കുകയാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് കെ മണിയും സെക്രട്ടറി എം വേലായുധ സ്വാമിയും പറഞ്ഞു. 20 വർഷത്തിലേറെയായി മാറിവരുന്ന ഭരണവും തുടർഭരണവും കർഷകർക്ക് വേണ്ടി വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വിളകൾ നശിപ്പിക്കുകയും ജനവാസ കേന്ദ്രങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യുന്ന മൃഗങ്ങളെ തടയാനായി വനംവകുപ്പ് ഓരോ സംഭവങ്ങൾക്ക് പിന്നാലെയും ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമെങ്കിലും എല്ലാം ജലരേഖയായി. വനംവകുപ്പിൻ്റെ നോക്കുകുത്തി സമീപനമാണ് വന്യമൃഗശല്യം രൂക്ഷമാക്കാനിടയാക്കിയത്. വേനൽ കനത്തോടെ തീറ്റ തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്നത് സമാധാന ജീവിതത്തിന് ഭീഷണിയായി മാറിയിട്ടുണ്ടെന്നും കർഷകർ പറഞ്ഞു. 90 ഹെക്ടർ സ്ഥലമാണ് ഉള്ളത്. അതിലിപ്പോൾ 40 ഹെക്ടർ സ്ഥലത്ത് മാത്രമേ കൃഷി ചെയ്യുന്നു. ബാക്കി മുഴുവൻ സ്ഥലവും തരിച്ചിടുകയാണ്. ആനയെ പേടിച്ചിട്ടും പന്നിയെ പേടിച്ചിട്ടും വന്യമൃഗങ്ങളെ പേടിച്ചിട്ട് തരിച്ച് കിടക്കുകയാണ്. ഈ കർഷകരൊക്കെ ഇന്ന് വളരെ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1500 വാഴയോളം നഷ്ടപ്പെട്ടു. 1 ഏക്കർ മേലെ ഉണ്ട് വാഴ. പിന്നെ ടിഷ്യൂ കൾച്ചർ, പിന്നെ കൃഷിഭവനിൽ നിന്നൊക്കെ വാഴകൾ കൊണ്ടുവച്ചതും ഒരുപാട് ചെലവേറിയ പൈസകളാണ് വെച്ചിരിക്കുന്നത്. നേന്ത്രമാണ് കൂടുതലും. പിന്നെ ഞാനിപ്പൂവനുണ്ട്. തെങ്ങിന്റെ തൂമ്പുകൾ എടുത്തിട്ടുണ്ട്. മൂച്ചിന്റെ മാവിന്റെ കൊമ്പ് പൊട്ടിച്ച് മാമ്പഴമൊക്കെ തിന്നിട്ട് പോയി. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷം റുപ്യോളം നഷ്ടത്തിൽ ബാധിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം. ഒരു വീടിൻ്റെ ഗ്ലാസ് ഡോർ തകർത്തിട്ടുണ്ട്. ആന വീട്ടിലേക്ക് കയറാനും ശ്രമം നടത്തിയിരുന്നു.
ആന വീട്ടിനുള്ളിലേക്ക് കയറുവാനും ശ്രമം നടത്തി. പിള്ളപ്പാറയിൽ റേഷൻ കടയ്ക്ക് സമീപം വീടിനോട് ചേർന്ന് ഹോട്ടൽ നടത്തുന്ന കാളിയാടൻ ജോൺസിന്റെയും കിഴക്കേ മാട്ടുമൽ ആംബ്രോസിന്റെയും വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവ സമയത്ത് ജോൺസിന്റെ വീട്ടിൽ ഭാര്യയും മകളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഗ്ലാസ് തകർത്ത് അകത്തേക്ക് കടക്കാൻ കാട്ടാന ശ്രമിക്കുന്നതിനിടെ വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെ പിൻവാങ്ങി. ആംബ്രോസിന്റെ വീട്ടിലേക്ക് കയറി വന്ന ആന വീട്ടിലേക്ക് മണ്ണ് വാരിയെറിഞ്ഞു. കുറച്ചു കാലങ്ങളായി ഈ ആനയെ കൊണ്ട് നിരന്തരം ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നു. സ്ഥിരമുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ കടയാണുള്ളത്. ആ കടയിൽ ഞങ്ങളുടെ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ഒരു സുഹൃത്ത്. ആ ചേച്ചിയുടെ വീട്ടിലും കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ആന ചെന്നിട്ട് ആനേനെ ഓടിക്കാനായിട്ട് പോടാന്ന് പറഞ്ഞപ്പോൾ ആന മണ്ണെടുത്ത് അവരുടെ വീടിൻ്റെ അകത്തേക്ക് എറിയുകയും ചെയ്തത്. അത് കുറേ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അടുപ്പിച്ച്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ 2 വീട് അപ്പുറത്തുള്ള ചേട്ടനെയാണ് ആന തട്ടിയിട്ടിട്ട് ആ ചേട്ടൻ വീണതും ഭാഗ്യം കൊണ്ട് ആ ചേട്ടനൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ വീടാക്രമണം തന്നെയാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൃശ്ശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ സംഭവം. കടിച്ചത് മുട്ട വിരിഞ്ഞെത്തിയ ശംഖുവരയൻ കുഞ്ഞ്. പ്രദേശത്തെ കൂടുതൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പ് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധനയും നടത്തി. അതേസമയം ചികിത്സയിൽ കഴിയുന്ന അനോഷിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായി ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. തൃശ്ശൂർ പാലിയേക്കരയിൽ 90 ഗ്രാം MDMAയുമായി 2 യുവാക്കൾ പോലീസിൻ്റെ പിടിയിലായി. പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഫ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട് വീട്ടിൽ 28 വയസ്സുള്ള ഷൈൻ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ആലുവയ്ക്കുള്ള സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരിമരുന്ന് കടത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയിൽ പാലിയേക്കര ടോൾ പ്ലാസിൽ ബസ്സിറങ്ങിയ പ്രതികളെ പോലീസ് സംഘം പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത MDMAയ്ക്ക് വിപണിയിൽ 3 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ഡാൻസേഴ്സ് സംഘവും പുതുക്കാട് പോലീസ് സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. ഷെയ്ൻ കൊടുങ്ങൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ MDMA കടത്തിയ കേസിലും KSRTC ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലും ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയാണ്. അഫ്നാൻ വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ കേസ് പ്രതിയാണ്. പ്രതികളെ ഇന്ന് കോടതി ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഘടനയെ തകർക്കാൻ ഒരു കൂട്ടർ നടത്തുന്ന ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും സ്വാർത്ഥമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും KSSPU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ. ഇലക്ഷൻ സമയത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരക്കം പായുമ്പോൾ നമ്മുടെ 3.25 ലക്ഷത്തിൻ്റെ പരിഗണന വിട്ട് വലിയൊരു ടീമിനെ കയ്യിലെടുക്കാനായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമമെന്നും AP ജോസ് മാസ്റ്റർ പറഞ്ഞു. KSSPU പാലക്കാട് ജില്ലാ 34ാം സമ്മേളനത്തിൻ്റെ 2ാം ദിവസത്തെ പരിപാടികൾ കോങ്ങാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ഗവൺമെൻറ്റുകൾ ചിന്തിക്കുന്നത്. ഏത് ഗവൺമെൻറ്റായാലും UDF ആയാലും LDF ആയാലും അതൊരു ശരിയായ രീതിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരക്കം പായുന്ന ഒരു സന്ദർഭമാണ്, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടമൊക്കെ വരുമ്പോൾ. ഇപ്പം നമ്മുടെ 3.25 ലക്ഷത്തിൻ്റെ പരിഗണനയൊക്കെ വിട്ട് ഇതിനേക്കാൾ വലിയ ഒരു ടീമിനെ കയ്യിലെടുക്കാനാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 60 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർ, അവരെയാണ് അവർക്ക് ആവശ്യം. നമ്മുടെ 3.25 ലക്ഷത്തെ പിന്നാക്കം പോയി. ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. സർവീസിലുള്ള ആളുകളും പെൻഷൻകാരും കൂടുമ്പോൾ ഒരു 10-11 ലക്ഷത്തോളം പേരാണ് വരിക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർ 60 ലക്ഷമാണുള്ളത്. മുൻഗണന അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർവീസ് ചെയ്ത ആളുകളാണ്, സർവീസ് ചെയ്യുന്നവരാണ് എന്നുള്ള പരിഗണനയൊക്കെ വിട്ട് കൂടുതൽ ആളുകളെ കിട്ടാവുന്ന മേഖല ഏതാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധ തിരിയുന്ന ഒരവസ്ഥാവിശേഷമാണ്. നമുക്കത് മാറ്റിയെടുക്കണം. സർവീസിലുള്ള ആളുകൾ, അതിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകൾ, പെൻഷൻകാരെ, സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാരെ
അതേപോലെ പ്രാധാന്യമുള്ള ആളുകളാണെന്ന് പലപ്പോഴും പല ഗവൺമെൻറ്റുകളും ആവർത്തിച്ച് പറഞ്ഞിട്ടും കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ ഒരു പരിഗണനയൊന്നും ഈ കാലഘട്ടത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് വളരെയേറെ ഖേദകരമാണ്. ഇലക്ഷൻ സമയത്ത് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരക്കം പായുമ്പോൾ നമ്മുടെ 3.25 ലക്ഷത്തിൻ്റെ പരിഗണന വിട്ട് ഇതിനേക്കാൾ വലിയ ഒരു ടീമിനെ കയ്യിലെടുക്കാനായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം. 60 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരെയാണ് അവർക്ക് ആവശ്യം. മുൻഗണന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിലേക്കാണ് പോയത്. ഇത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ആവശ്യമാണ്. കൂട്ടായ പ്രവർത്തനങ്ങളുടെ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആർക്കും വേണ്ടാത്തവരായിരുന്ന പെൻഷൻകാർ ഇപ്പോൾ എല്ലാവർക്കും വേണം. ഇതൊന്നും നമുക്ക് ഭീഷണിയല്ല, നമ്മൾ കരുതലോടെ പ്രവർത്തിക്കണം. ഇതൊന്നും പാലക്കാട് ജില്ലയിൽ ഏൽക്കില്ലെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു. മെഡിസിപ്പ് സംവിധാനം വെറുക്കപ്പെട്ട സ്ഥിതിയായി മാറിയെന്നും ഇത് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ ആമുഖം എന്ന വിഷയത്തിൽ വി ചന്ദ്രൻ സംസാരിച്ചു. AP മുരളീധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. NKG മേനോൻ അനുസ്മരണം കരുണാകര മേനോൻ നടത്തി. ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി V ജയ്സിംഗ് സംഘടനാ റിപ്പോർട്ടും വായിച്ചു. ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി ഉദ്ഘാടനം ചെയ്തു. M രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CR സജീവ്, PA ഗോകുൽദാസ്, CN ശിവദാസൻ, AM അജിത്, V രാജീവ്, K മഹേഷ്, G വിജയകുമാർ, P കൃഷ്ണൻകുട്ടി, P ലത, ശോഭ വാസുദേവൻ, പഞ്ചായത്ത് അംഗം CK ഹരിദാസൻ, RA ഉണ്ണിത്താൻ, MC വാസുദേവൻ, PR രാജേശ്വരി, റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, K പാർത്ഥസാരഥി, P വിശ്വനാഥൻ നായർ, CM വർഗീസ്, P ദിനകരൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് VK ഹാരി ഫാബി നിയന്ത്രിച്ചു. റിപ്പോർട്ട്, ചർച്ച, ജില്ലാ കൗൺസിൽ യോഗം, ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പ്, സ്ഥാനാരോഹണം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടുത്ത വേനലിൽ ജലാശയങ്ങളെല്ലാം വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ ജലസമൃദ്ധിയിലാണ് വരവൂർ പഞ്ചായത്തിലെ തിച്ചൂർ ദേവിച്ചിറക്കുളം. പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് 7.5 ഏക്കറോളം വിസ്തൃതിയിൽ നാടിനാകെ ജലവിധാനം ഒരുക്കുന്ന ദേവിച്ചിറക്കുളം സ്ഥിതി ചെയ്യുന്നത്. 2023-24 കാലഘട്ടത്തിൽ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ഇറിഗേഷൻ വകുപ്പിന്റെ 2,68 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുളം നവീകരിച്ചത്. ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി കുളത്തിന് ചുറ്റും നടപ്പാത നിർമ്മിച്ചു. ഓപ്പൺ ജിമ്മിനു വേണ്ടി പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും ഓപ്പൺ കിണർ നിർമ്മിച്ച് കുടിവെള്ളത്തിനും ഈ കുളത്തിലെ വെള്ളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കുന്നങ്കാട്, പുറശ്ശേരി, മയിലാടിക്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഈ കുളത്തെ ആശ്രയിക്കുന്നത്. കുന്നങ്കാട് ഉന്നതിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും ഇവിടെ നിന്നാണ്. പ്രദേശത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാണ് കുളം നവീകരിച്ചത്. പലയിടങ്ങളിലും വേനൽ രൂക്ഷമായാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂട്ടുമ്പോൾ വരവൂരിലെ ദേവിച്ചിറക്കുളം കാർഷിക ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി പ്രയോജനപ്പെടുത്താനാകുന്നുണ്ട്. 33ഓളം കുളങ്ങളാണ് വരവൂർ പഞ്ചായത്തിലുള്ളതെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറഞ്ഞു. വരവൂർ പഞ്ചായത്തിലെ ഏകദേശം 33ഓളം കുളങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കുളമാണ് ദേവിച്ചിറക്കുളം. 7.5 ഏക്കർ സ്ഥലമാണ് ആ കുളത്തിൻ്റെ വിസ്തൃതി. 2023-24 കാലഘട്ടത്തിൽ ബഹുമാന്യ യുവാർ പ്രദീപ് MLA നേതൃത്വം കൊടുത്ത് 2,68 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയാണ് ആ കുളത്തിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ജലസമൃദ്ധിയായിട്ട് ആ കുളം നിൽക്കുന്നത്. കുളത്തിന് സമീപം 3 ഉന്നതികളുണ്ട്. കുന്നങ്കാട്, പുറശ്ശേരി, മയിലാടി. ആ ഉന്നതികളിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗപ്പെടുത്തുന്ന, കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന കുളമാണ്. അതുപോലെ തന്നെ ചേലൂർ, തളി, ഇരുട്ടാണം പാടശേഖരങ്ങളെ ബഹുഭൂരിപക്ഷം കൃഷിക്കാരും ഉപയോഗപ്പെടുത്തുന്ന ഒരു കുളമാണ്. അപ്പോൾ അതിനെ ജലസംഭരണിയാക്കി മാറ്റി കൃഷിക്കാർക്ക് ആവശ്യം കൊടുക്കാനും മറ്റ് പൊതുജനത്തിന് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ നവീകരണം നടത്തി തീർത്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ അതിൻ്റെ സറൗണ്ടിങ്സൂടെ നടപ്പാത ഉൾപ്പെടെ നിർമ്മിച്ച് ഓപ്പൺ ജിം ഉൾപ്പെടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടി ആക്കി മാറ്റി ഇത്ര വിപുലമായ രീതിയിലേക്ക് അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കുന്ന രീതിയാണ് തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ഷൊർണൂരിലുള്ള സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ പുരോഗമിക്കുന്നു. ഇവിടെ നിന്നും പാലക്കാട് ജില്ലയിലെ 236 സൊസൈറ്റികളിലേക്കാണ് പ്രാരംഭത്തിൽ പാഠപുസ്തകങ്ങൾ എത്തിക്കുക. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ പാഠപുസ്തകങ്ങളാണ് ഇവിടെ നിന്നും വിതരണം നടത്തുന്നത്. പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് ഈ കാണുന്ന ഷൊർണൂരിലെ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ പുരോഗമിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ 236 സൊസൈറ്റിയിലേക്ക് പ്രാരംഭത്തിൽ ഇവിടെ നിന്നും പുസ്തകങ്ങൾ വിതരണം ചെയ്യും. അതത് സൊസൈറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണൂരിലെത്തി വാഹനങ്ങൾ വഴി പാഠപുസ്തകങ്ങൾ കൊണ്ടുപോകും. പിന്നീട് അതത് സൊസൈറ്റികളുടെ കീഴിലുള്ള സ്കൂൾ അധികൃതർ
അതത് സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ ഏറ്റുവാങ്ങും. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ തന്നെ ബുക്കുകളുടെ വിതരണം ആരംഭിച്ചിരുന്നു. മെയ് മാസത്തിൽ വിതരണം പൂർത്തിയാക്കും. ബുക്കുകൾ ഏറ്റുവാങ്ങിക്കാത്തവർ ജൂൺ മാസത്തിലും വിതരണം ചെയ്യും. ബുക്കുകളുടെ വിതരണം സുഗമമായ രീതിയിൽ നടന്നുവരുന്നതായി ഷൊർണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് അധികൃതർ പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിലെ പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല കുടുംബശ്രീക്ക്. സെൻട്രൽ ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിലെ പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് 18ഓളം സീരിയസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നത്. ഇത്തരം ജോലിയേറെ അഭിമാനം തോന്നുന്നുവെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു. കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ജോലികളും ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ ഈ പ്രവർത്തനം. ഷൊർണൂരിലുള്ള സെൻട്രൽ ടെക്സ്റ്റ് ബുക്സ് സ്റ്റോറിലെ പാഠപുസ്തകങ്ങളുടെ വിതരണമാണ് കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി, ഷൊർണൂർ ഭാഗങ്ങളിൽ നിന്നുള്ള 18ഓളം വരുന്ന സീരിയസ് പ്രവർത്തകരാണ് ബുക്ക് വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സൂപ്പർവൈസർ വിനോദിനിയുടെ നേതൃത്വത്തിലാണ് ബുക്കുകളുടെ വിതരണം. ഇത്തരം ജോലികൾ ഏറെ സന്തോഷമുണ്ടെന്ന് ജോലിയിൽ ഏർപ്പെട്ട സീരിയസ് അംഗമായ സൗമ്യ പറഞ്ഞു. ഞങ്ങൾ ഷൊർണൂർ കുളപ്പുള്ളി ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നവർ മുഴുവനും. പിന്നെ ഞങ്ങൾ 6 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. കുടുംബശ്രീ പ്രവർത്തകരാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ. ഈ ജോലിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഞങ്ങൾ കൊറോണ ടൈമിലാണ് ഇവിടെ കയറിയത്. അന്ന് ആരും പുറത്തിറങ്ങാത്ത ടൈമായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ ജോലി ചെയ്ത് അന്ന് ആരും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. വീട്ടുണ്ട് ഞങ്ങൾ തന്നെയാണ് അത്. ഞങ്ങൾ ലേഡീസുകൾ തന്നെയാണ് അവിടെ സ്കൂളുകളിൽ പോയിട്ടും ഇറക്കി കൊടുക്കുന്നതൊക്കെ. 18 പേരുണ്ട്. ഓരോ സെന്ററുകളിലേക്കും കൊണ്ടുപോകുന്ന ബുക്കുകളുടെ വിവരങ്ങളും കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തും. ഇതുകൂടാതെ ഓരോ സ്കൂളുകളിലേക്കുമുള്ള ബുക്കുകൾ ഇവർ തന്നെ വേർതിരിച്ച് അടുക്കിവെച്ച നിലയിലായിരിക്കും. കോവിഡ് വന്നതിന് ശേഷമാണ് പാഠപുസ്തകങ്ങളുടെ വിതരണ ചുമതല കുടുംബശ്രീക്ക് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ 6 വർഷമായി ഇവർ ഈ ജോലിയിൽ ഏർപ്പെട്ടു വരുന്നു. ഹോട്ടലുകൾ നടത്തിയും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കലും മാത്രമല്ല, കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം ജോലികളും കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കാണുന്ന കുടുംബശ്രീ പ്രവർത്തകർ. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടാമ്പിയിൽ നിർമ്മിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനവും ഏപ്രിൽ 25-ന് പട്ടാമ്പിയിൽ വെച്ച് നടക്കും. മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ ഉസ്താദ് CKM സാദിഖ് മുസ്ലിയാരുടെ നാമധേയത്തിലാണ് ആസ്ഥാന മന്ദിരം ഒരുക്കിയതെന്നും ഭാരവാഹികൾ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ 941 മദ്രസകളിലെ ഉസ്താദുമാരുടെ സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് 50 വർഷമായി കാതലായ സേവനങ്ങൾ നൽകി വരുന്ന അധ്യാപകരുടെ സംഘടനയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. സംഘടന 50 വർഷം പിന്നിട്ട വേളയിൽ മദ്രസ അധ്യാപക രംഗത്ത് 50 വർഷം പിന്നിട്ട അധ്യാപകർ, മികച്ച മദ്രസ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ, കലാകായിക പ്രതിഭകൾ എന്നിവരെ അനുമോദിക്കും. ആസ്ഥാന മന്ദിര ഉദ്ഘാടനത്തിനും വാർഷിക സമ്മേളനത്തിനും സമസ്തയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് C. മുഹമ്മദ് അലി ഫൈസി കോട്ടേപ്പാടം, ജനറൽ സെക്രട്ടറി TK മുഹമ്മദ് കുട്ടി ഫൈസി കരുവാൻപടി, വൈസ് പ്രസിഡന്റ് M. മുഹമ്മദ് അലി, സാദി ബീവിപ്പടി, ട്രഷറർ CP ഷാഹുൽ ഹമീദ് ഫൈസി കോട്ടായി, PT ഹംസ ഫൈസി പാലക്കാട്, KT അബ്ദുൽ സലാം ഫൈസി എന്നിവർ പങ്കെടുത്തു. നിർമ്മാണം പൂർത്തിയാക്കിയ പട്ടാമ്പി ടൗണിൽ വലിയ ജുമാഅത്ത് പള്ളിക്ക് പിൻവശത്തായിട്ട് മർഹൂം ഉസ്താദ് CKM സാദിഖ് മുസ്ലിയാർ സ്മാരക സൗധം ഈ വരുന്ന 29-ാം തീയതി രാവിലെ 10 മണിക്ക് ബുധനാഴ്ച സമസ്തയുടെ അധീയനായ പ്രസിഡന്റ് സെയ്ദ് ജിഫിരി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. സെയ്ദ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. അതിൻ്റെ ശേഷം എല്ലാ അധ്യയന വർഷവും മദ്രസാധ്യയന വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ ഓരോ ജില്ലാ തലത്തിലും ജില്ലയിലെ പ്രധാന അധ്യാപകരെ വിളിച്ചു കൂട്ടിയിട്ട് നടത്തുന്ന സദർ മുഅല്ലിം സംഗമം തഖ്വിയ എന്ന പേരിൽ നടത്തപ്പെടുന്ന തഖ്വിയ എന്ന് പറയുന്ന സദർ മുഅല്ലിം ജില്ലാ സംഗമവും അവിടെ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ജില്ലയിലെ ജമിയത്തുൽ മുഅല്ലിമീൻ രൂപീകരിച്ച് ജില്ലാ ഘടകം നിലവിൽ വന്നിട്ട്
50 വർഷം പൂർത്തിയാകുകയാണ്. 2025 മെയ് മാസം മുതൽ 2026 ഏപ്രിൽ അവസാനത്തോടുകൂടെയാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാൽപ്പാറയിൽ നടന്ന വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായ 9 പേരുടെ സ്മരണയ്ക്കായി ഇറാൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ മണ്ണൂർ AUP സ്കൂളിൽ 9 ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മരണപ്പെട്ട 9 അധ്യാപകരുടെ സ്മരണയ്ക്കായി മണ്ണൂർ AUP സ്കൂളിൽ 9 ഫലവൃക്ഷ തൈകളും നട്ടു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻഷാദ് സാദിഖ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മളെല്ലാം വിനോദയാത്ര പോകുന്ന ആളുകളാണ്. എന്താണ് ആ വിനോദയാത്രയിൽ സംഭവിക്കുക, അവരുടെ ആ ഒരു മുമ്പുണ്ടാകുന്ന നിമിഷം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ അറിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൊക്കയിലേക്ക് അഗാധമായി 9 നിലവിളികൾ അതവിടെ കേട്ടത്. അത് നേരിട്ട് കണ്ട ഒരു ഇതേപോലെ വിനോദയാത്രയ്ക്ക് പോയ ആൾ കരയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് 13ാമത്തെ ഹെയർപിൻ വളവിൽ നിന്നും 14ാമത്തെ ഹെയർപിൻ വളവിൽ ഇവരെല്ലാവരും സെൽഫി എടുത്ത് അവർ മുകളിലേക്കും കയറി ഇവരേക്ക് താഴേക്കും പോയി. നിമിഷങ്ങൾക്കകം ആ ഒരു വളരെയധികം ഉറക്കെയുള്ള ആ ശബ്ദം കേട്ട് അവർ വന്നപ്പോ എല്ലാവരും നെട്ടിത്തരിച്ചു പോയി എന്തു ചെയ്യണമെന്നറിയാതെ. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി, അവരുടെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ ഒന്നുമില്ല. എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തു എന്നെങ്കിലും തോന്നാൻ നമ്മുടെ മനസാക്ഷിക്ക് ചോദിക്കാൻ. തുടർന്ന് 9 ഫലവൃക്ഷ തൈകളും സ്കൂൾ മുറ്റത്ത് നട്ടു. റിട്ടയർഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ MK സുരേഷ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മങ്കുറിശി, ലീല ബാലകൃഷ്ണൻ, റസാഖ്, KKA റഹ്മാൻ, സ്കൂൾ പ്രധാനാധ്യാപിക TA ഷരീഫ, AT ഷിഹാബുദ്ദീൻ, MT ഷിഹാബുദ്ദീൻ, സ്കൂൾ മാനേജർ PK സദാശിവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബീദ മുനീർ, ധന്യ കൃഷ്ണദാസ്, KP മുനീർ, ഉമാദേവി, PS സ്വാതി, സുരേഷ്, അനിത, S ഗീത എന്നിവർ സംസാരിച്ചു. KM അബ്ദുൽ ഹക്കീം സ്വാഗതവും ഷംസുദ്ദീൻ മങ്കുറിശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇഡ്ഡലി തട്ടിൻ്റെ ഹുക്കിൽ കൈ കുടുങ്ങിയ കുട്ടിക്ക് രക്ഷയൊരുക്കി ഫയർഫോഴ്സ് സംഘം. പത്തിരിപ്പാലയിലായിരുന്നു സംഭവം. പാലക്കാട്ടെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് കുട്ടിയെ രക്ഷിക്കാനായത്. പത്തിരിപ്പാല പൂക്കാട്ടുകുന്ന് സ്വദേശി ദിനീഷിന്റെ മകൾ 2 വയസ്സുകാരി ഹൃതികയുടെ കൈവിരലാണ് ഇഡലി തട്ടിന്റെ ഹുക്കിൽ കുടുങ്ങിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത്രേ സംഭവം. കുട്ടിയുടെ മാതാവ് സിവിൽ ഡിഫൻസ് നഗരിപ്പുറം സ്വദേശി വിജയിനെ അറിയിച്ചതോടെ ഇവരെ പാലക്കാട് ഫയർഫോഴ്സ് യൂണിറ്റിലേക്ക് വിട്ടു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PV പ്രസാദിന്റെ നേതൃത്വത്തിലാണ് കുടുങ്ങിയ തട്ട് മുറിച്ചു മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റലി പേരാമ്പ്രയിൽ മെറ്റീരിയൽ റൂം തുറന്നത് വിവാദമാകുകയാണ്. ഇതിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ന് മാറ്റലി ആരാ എന്ന വിഷയം ഇതാണ്. ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. പേരാമ്പ്രയിൽ മാത്രമല്ല, പിന്നൊരു മറ്റു നെമ്മാറയിൽ, പാലക്കാട് നെമ്മാറയിൽ കൂടെ അത്തരത്തിലൊരു മെറ്റീരിയൽ റൂമാണ് തുറക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്താണ് അതിൻ്റെ ആവശ്യകത എന്നുള്ളത് കൃത്യമായിട്ട് ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ തുറക്കുകയാണെങ്കിൽ, സ്ട്രോങ് റൂം തുറക്കുകയാണെങ്കിലും ആ സ്ഥാനാർത്ഥികളെ അറിയിക്കണം, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെ അറിയിച്ചിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ എന്നുള്ളതാണ്. 3 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ 4 സ്ഥാനാർത്ഥികളാണ്, എത്ര സ്ഥാനാർത്ഥികളോ അവർ മുഴുവൻ അറിയിച്ചിട്ട് വേണം അത്ര ഒരു പ്രവണത ചെയ്യാൻ. അതിൽ ചില സ്ഥാനാർത്ഥികൾ മാത്രം അറിയുകയും മറ്റുള്ളവരത് അറിയാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തോ ഒരു അട്ടിമറി ശ്രമം തന്നെയാണ് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കാര്യങ്ങളിലൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടി, എന്തിനാണ് തുറക്കുന്നതെന്നോ, ഡയറി മറന്നു വെച്ചു എന്നാണ് ഇപ്പം MRI പോലുള്ളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥികളെയും മറ്റും അറിയിച്ചിട്ട് വേണമല്ലോ അത് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ മെറ്റീരിയൽ റൂം തുറക്കേണ്ടതിൻ്റെ ഒരു അത്യാവശ്യകത എന്നുള്ളത് വ്യക്തമായൊരു വിവരണം ആരും തന്നിട്ടില്ല എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതിലൊരു അട്ടിമറി ശ്രമം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. അപകടം സംഭവിച്ചത് തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിന് ഒരുക്കുന്ന വെടിക്കെട്ട് പുരയിൽ. അപകടത്തിൽ 6 പേർ മരിച്ചു.
40ഓളം തൊഴിലാളികൾക്ക് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. കേരളത്തിൽ ദേശീയ പുരുഷന്മാരെയും ആധ്യാത്മിക ആചാര്യന്മാരെയും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കാനോ പ്രാധാന്യം കുറയ്ക്കാനോ അണിയറയിൽ ശക്തമായ നീക്കം നടക്കുന്നതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ. തുഞ്ചത്തെ എഴുത്തച്ഛൻ എന്ന ഒരു വ്യക്തി ഇല്ല എന്ന തരത്തിലുള്ള ലേഖനം വന്നതും വിഷുവിനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ഇതിന് ഉദാഹരണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുളയിലെ നുള്ളിക്കളയണമെന്നും വേണുഗോപാൽ. നവോത്ഥാന പുരുഷന്മാരെ അപമാനിക്കാനുള്ളതും ചരിത്രത്തിൽ നിന്ന് തുടച്ചു നിൽക്കാനുള്ള ശ്രമത്തെയും ഭാരതീയ ജനതാ പാർട്ടി കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. SSLC ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളും. വിവിധ വിഷയങ്ങളായി മൂല്യനിർണ്ണയം നടത്തുന്നത് 1,43,025 ഉത്തരപേപ്പറുകൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെ വിതരണം ഷൊർണൂർ സെൻട്രൽ ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറിൽ പുരോഗമിക്കുന്നു. പാഠപുസ്തകങ്ങളുടെ വിതരണം ജില്ലയിലെ 236 സൊസൈറ്റികളിലേക്ക്. ഷൊർണൂരിലെ പാഠപുസ്തക വിതരണം ചുമതല കുടുംബശ്രീക്ക്. വിതരണത്തിനായി 18 കുടുംബശ്രീ അംഗങ്ങൾ. ഇത്തരം ജോലികൾ ഏറെ അഭിമാനമെന്ന് കുടുംബശ്രീ പ്രവർത്തകർ. തൃശൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ മണിക്കൂറുകളോളം പ്രവർത്തനരഹിതമായതിൽ ദുരൂഹതയെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദ്. സ്ട്രോങ് റൂമിലെ ക്യാമറ പ്രവർത്തിക്കാത്തത് അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നതായും NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. അട്ടിമറി വിജയം നേരിടേണ്ടിയിരുന്ന ഗുരുവായൂരിൽ കഴിഞ്ഞ ദിവസം നടന്നത് അട്ടിമറിയാണോ എന്നും B ഗോപാലകൃഷ്ണൻ. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. കർഷകർക്ക് കണ്ണീർ മാത്രം ബാക്കിയാക്കി കാട്ടാനകളുടെ വിളയാട്ടം. പൂശ്ശേരി പഞ്ചായത്തിലെ ചെല്ലങ്കാവ് പാടശേഖരത്തിലിറക്കിയ കാട്ടാനക്കൂട്ടം വരുത്തിവച്ചത് വൻ കൃഷിനാശം. ആതിരപ്പള്ളി പാറയിൽ വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം. ഒരു വീടിന്റെ ഗ്ലാസ് ഡോർ തകർത്തു. ആന വീട്ടിലേക്ക് കയറാനും ശ്രമം. സംഘടനയെ തകർക്കാൻ ഒരു കൂട്ടർ നടത്തുന്ന ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും സ്വാർത്ഥമായ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നതെന്നും KSSU സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ. ഇലക്ഷൻ സമയത്ത് വോട്ടിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പരക്കം പായുമ്പോൾ നമ്മുടെ 3.25 ലക്ഷത്തിൻ്റെ പരിഗണന വിട്ട് വലിയൊരു ടീമിനെ കയ്യിലെടുക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചതെന്നും ജോസ് മാസ്റ്റർ. KSSU 34ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം കോങ്ങാട്ട്. തൃശൂർ കോടാലിയിൽ സഹോദരങ്ങൾക്ക് പാമ്പ് കടിയേറ്റ സംഭവം. കടിച്ചത് മുട്ട വിരിഞ്ഞെത്തിയ ശംഖുവരയൻ കുഞ്ഞ്. പ്രദേശത്ത് കൂടുതൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പ് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും മണ്ണിളക്കി പരിശോധന നടത്തി. വെട്ടിക്കാട്ടിരി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്റേൺഷിപ്പിനെത്തിയ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു. മരിച്ചത് മലപ്പുറം തിരൂർ പാറമണ്ണ പാലക്കൽ വളപ്പിൽ ഷംസുദ്ദീൻ്റെ 20 വയസ്സുള്ള മകൾ ഷെഫീക്ക. വടക്കാഞ്ചേരി എങ്കക്കാട് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് വാഴാനി കാക്കിനിക്കാട് നെല്ലിച്ചോട്ടിൽ വളപ്പിൽ 31 വയസ്സുള്ള അഖിൽ. തൃശൂർ വെള്ളർക്കാട് ആദൂരിൽ പോത്തിൻ്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു. ആന്തൂർ നാലകത്ത് കുഞ്ഞുട്ടി എന്ന 78-കാരനാണ് മരിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.